കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ വെട്ടേറ്റ് പിതാവ് മരിച്ചതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മാനസിക രോഗിയായ പ്രതി സുധീഷ് ലഹരിക്ക് അടിമയാണ്. ലഹരി ഉപയോഗിക്കാൻ പണത്തിനായി അച്ഛനെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. പണം നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി അനഘ വീണ്ടും ചേരുന്നു. അനഘ, ലഹരിക്കടിമയായ മകനാണ് ആ കൃത്യം നിർവഹിച്ചത്. പോലീസ് എന്തു പറയുന്നു? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത്. ഈ സുധീഷ് മാനസിക രോഗിയായ സുധീഷ് അച്ഛൻ അശോകനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ സന്ധ്യയോടെ ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ സമയത്ത് ഈ വീട്ടിൽ ലൈറ്റ് ഒന്നും ഇടാത്തതിനെ തുടർന്ന് അയൽവാസികൾ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് അവർ പരിശോധിച്ചപ്പോഴുമാണ് ഈ വെട്ടേറ്റ നിലയിൽ അശോകനെ മുറിയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെയാണ് ഈ പോലീസും നാട്ടുകാരും ചേർന്നാണ് അശോകനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ കൊല നടന്നിരുന്നു എന്നാണ് ഈ പ്രാഥമികമായ പോലീസിന്റെ നിഗമനം. ഈ കൊല നടത്തിയതിനു ശേഷം ഈ പ്രതിയായിട്ടുള്ള മകൻ സുധീഷ് ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം പിന്നീട് രാത്രിയോടെ നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ സുധീഷിനെ കണ്ടെത്തുന്നത്. സുധീഷ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. പക്ഷേ ഇതിനു മുൻപ് ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ സുധീഷ് ലഹരിക്ക് അടിമയാണെന്നും ഈ ലഹരി ഉപയോഗിക്കാനായി അച്ഛനോട് നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും ഈ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകമാണ് ഇത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ, ഏറ്റവും പ്രാഥമികമായ അന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ കൊല നടന്ന ദിവസവും പ്രതി വീട്ടിലെത്തി അച്ഛൻ അശോകനോട് തനിക്ക് ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ നിരന്തരം അശോകനോട് ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതി വീട്ടിൽ ബഹളം വെക്കാറുണ്ട് എന്ന് അയൽവാസികളൊക്കെ തന്നെ പറയുന്നു. അങ്ങനെ പണം ആവശ്യപ്പെട്ടെങ്കിലും പലപ്പോഴും അശോകൻ പണം നൽകിയിരുന്നു. ഇന്നലെ പണം നൽകിയിരുന്നില്ല. അതിന്റെ വൈരാഗ്യത്തിലും ത്തിലാണ് ഈ കൊല നടത്തിയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രതിയായിട്ടുള്ള സുധീഷ് മാനസിക രോഗിയാണെങ്കിൽ പോലും ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ രീതിയിലേക്ക് സ്വഭാവം മാറിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുധീഷിന് എവിടെ നിന്നാണ് ഈ രീതിയിൽ ലഹരി ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സങ്കടകരം 10 വർഷം മുൻപ് ഈ അശോകന്റെ ഭാര്യയെ മറ്റൊരു മകൻ മാനസിക പ്രശ്നങ്ങളുള്ളയാളാണ്, ലഹരിക്കടിമയാണ്. വിവരങ്ങൾ നൽകിയത് അനഘ.